നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇത്തവണത്തെ ഗ്ലോബ് സോക്കർ അവാർഡ് പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് സമ്മാനിക്കുകയുണ്ടായി. മികച്ച താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്ന എർലിംഗ് ഹാലൻഡിനാണ്. ഫാൻ ഫേവറിറ്റ് പ്ലെയർ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. മികച്ച മിഡിൽ ഈസ്റ്റ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ സെപ്പറേറ്റ് വീഡിയോകളായി ചെയ്തിട്ടുണ്ട്. ഇനി മറ്റു പ്രധാനപ്പെട്ട അവാർഡുകൾ ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് എന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ മികച്ച പ്രസിഡന്റ്, ക്ലബ് പ്രസിഡന്റിനുള്ള പുരസ്കാരം ഖൽദൂൺ അൽ മുബാറക്കിന്, അതായത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഖൽദൂൺ അൽ മുബാറക്കിനാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ കാസോമിറോക്ക് പ്ലെയർ കരിയർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കാസോമിറോക്ക് അദ്ദേഹത്തിന്റെ കരിയറിലെ പ്രകടനങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവാർഡ് കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ പെപ് ഗാർഡിയോളക്ക് 2023 ബെസ്റ്റ് കോച്ച് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു പെപ് ഗാർഡിയോളക്ക്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട അവാർഡ് ലഭിച്ചിരിക്കുന്നത് ലയണൽ സ്കലോനിക്കാണ്. അദ്ദേഹത്തിനും കരിയർ അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കരിയറിൽ അദ്ദേഹം നേടിയിട്ടുള്ള നേട്ടങ്ങളുടെ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കരിയർ അവാർഡ് കൊടുത്തിരിക്കുന്നു. കൂടാതെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ബെസ്റ്റ് മെൻസ് ക്ലബ്ബ് പുരസ്കാരം ലഭിക്കുന്നു. ഒപ്പം തന്നെ ജൂഡ് ബെല്ലിംഗാമിന് മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നെ റോഡ്രിക്ക് മികച്ച മിഡ്ഫീൽഡർക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രിക്കാണ്. മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരമാവട്ടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ തന്നെ സൂപ്പർ താരമായിട്ടുള്ള അവരുടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ എഡേഴ്സൺ മോറസിനാണ്. മികച്ച ഏജന്റിനുള്ള പുരസ്കാരം ഹോർഗെ മെൻഡസിന് ലഭിക്കുന്നു. മികച്ച മിഡിൽ ഈസ്റ്റ് ക്ലബിനുള്ള പുരസ്കാരം ഈജിപ്ഷ്യൻ ക്ലബായിട്ടുള്ള അൽ അഹ്ലിക്കാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരമാവട്ടെ FC ബാഴ്സലോണയുടെ ഐത്താന ബൊൻമാറ്റിക്ക് ലഭിക്കുന്നു. ഏതായാലും ഗ്ലോബ് സോക്കർ അവാർഡ് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി ദുബായിൽ അവസാനിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ 3 അവാർഡുകൾ നേടുകയുണ്ടായി. മികച്ച മിഡിൽ ഈസ്റ്റ് പ്ലെയർ, മികച്ച ഫാൻ ഫേവറിറ്റ് പ്ലെയർ, അതുപോലെ അദ്ദേഹത്തിന് മറഡോണ അവാർഡ്, മികച്ച ഗോൾ സ്കോറർക്കുള്ള മറഡോണ അവാർഡ് ലഭിച്ചു. അതോടൊപ്പം എർലിംഗ് ഹാലൻഡ് ലോകത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡ് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിനോട് എത്താം.